Hi everyone, good day. Hope you all are staying safe and healthy. Today I'm going to talk about Refugee Blues written by W.H. Auden. So first of all we can move to the author, okay? So W.H. Auden was born in New York. During the course of his graduation in English at Oxford, he was influenced by the poetry of T.S. Eliot, one of the icons of modernist poetry. In 1930, Auden's first collection of poetry entitled Poems was published and this started the movement known as the Auden generation. The others in the group were Stephen Spender, Louis MacNeice, and C.D. Lewis. In 1937, he married Erika Mann, daughter of a famous German novelist Thomas Mann. Auden left England and moved to the USA in 1939. He was a prolific writer and he won the Pulitzer Prize for his The Age of Anxiety. In 1956, he came back to England. In 1958, he moved to Austria and settled in a village near Vienna, but he died of heart attack in 1973. Auden has written many memorable poems. A principal theme in his poetry was a concern for the right of the marginalized people. So we can move to the explanation. W.H. Auden അദ്ദേഹം ജനിച്ചത് യോർക്കിലാണ്. അദ്ദേഹം ഡിഗ്രിക്ക് ഇംഗ്ലീഷിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം T.S. എലിയറ്റിൻ്റെ കവിതകൾ അദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയും. T.S. എലിയറ്റ് ഒരു മോഡേണിസ്റ്റ് പോയിറ്റാണ്. അങ്ങനെ 1930s അദ്ദേഹം പോയംസ് എന്ന ഒരു കളക്ഷൻ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹം ദ ഓഡൻ ജനറേഷന് തുടക്കമിട്ടു. അപ്പോൾ ഈ ഓഡൻ ജനറേഷനിലെ മറ്റു കവികളായിരുന്നു സ്റ്റീഫൻ സ്പെൻഡർ, ലൂയിസ് മാക്നീസ്, അതുപോലെ C.D. ലെവിസ് തുടങ്ങിയവരൊക്കെ. ഇതിലൊക്കെ മെയിനായിട്ടുള്ളൊരു തീംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് പ്രതിബദ്ധത നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. 1930s അദ്ദേഹം മാരീഡ് ആവുകയാണ് തോമസ് മാനിൻ്റെ മകളായ എറിക്ക മാൻ. തോമസ് മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മോളെയാണ് കല്യാണം കഴിക്കുന്നത്. ജൂതവിരോധം, അതായത് ആൻറ്റിസെമിറ്റിസം, അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റിസെമിറ്റിസം എന്താ? ജൂതവിരോധം, ജൂതമായിട്ടുള്ള വെറുപ്പ്, അതൊക്കെയാണ്. അപ്പോൾ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന രണ്ട് തരം ആളുകളാണ്. ഒന്ന് നാസി, അതായത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെയൊക്കെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരെയാണ് നമ്മൾ നാസീസ് എന്ന് പറയുന്നത്. ആൻഡ് ജ്യൂസാണ് അവിടെ മൈനോറിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് ആളുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ജ്യൂസിനെ അവിടുന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നാട്ടിൽ നിന്ന് തള്ളിവിടാണ്, പുറത്തേക്ക് ആട്ടിപ്പറഞ്ഞയക്കുന്ന ഒരു കഥയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അത് ഹോളോകോസ്റ്റിന് മുമ്പ്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ബൈ ഫയർ, അതായത് നമ്മുടെ തീയിൽ ബലികഴിപ്പിക്കുക. അതായത് ഏകദേശം ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു ക്രൂര സംഭവമാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്, ഹിറ്റ്ലറിൻ്റെ സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ ഹോളോകോസ്റ്റിന് മുമ്പ് ജൂതന്മാരെല്ലാം രാജ്യം വിട്ടു പോകണം എന്നുള്ള ഭീഷണി എന്താണ് ഹിറ്റ്ലർ മുഴക്കിയിട്ടുണ്ടായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഈ ജൂതന്മാർ കുടിയേറാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ അവർക്ക് അവഗണന, അതുപോലെ ഇവരൊക്കെ ശത്രുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ആട്ടി ഓടിക്കുകയാണ്. ജൂതന്മാർ മൈനോറിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പീഡിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹിറ്റ്ലർ അവരെ ബ്രൂട്ടലി ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ള ഡെമോക്രസികളിൽ നിന്ന് എന്താണ് ഇവർക്ക് ഈ ജ്യൂസിന് അവഗണന മാത്രം, ആരും ഇവരെ എന്ത് ചെയ്ത് റിസീവ് ചെയ്തില്ല പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ ഒരു കവിതയ്ക്ക് 12 സ്റ്റാൻസ് ഉണ്ട്. ഓരോ സ്റ്റാൻസിലും 3 വരികളാണ്. അതിൻ്റെ ഒരു റൈം സ്കീം എന്ന് പറയുന്നത് AAB എന്നുള്ള റൈം സ്കീമാണ് വരുന്നത്. ഈ ഒരു കവിത അതിപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇത് അഭയാർത്ഥി പ്രശ്നം ഇപ്പോഴും വലിയൊരു തലവേദനയായിട്ട് നിലനിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പോഴും ഇതിനൊരു കറൻറ്റ് വാല്യൂ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നമ്മുടെ നറേറ്റർ ഓഫ് ദ പോയട്രി അല്ലെങ്കിൽ സ്പീക്കർ ഓഫ് ദ പോയട്രി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജൂത അഭയാർത്ഥിയാണ്. അദ്ദേഹത്തിന് കാമുകിയോട് സംസാരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പോയട്രി കാണാൻ പറ്റുന്നത്. ലോകം മൊത്തം ഉള്ള ഒരു അഭയാർത്ഥിയുടെ ശരിക്കും ഒരു മോശപ്പെട്ടൊരവസ്ഥ, അല്ലെങ്കിൽ ഭയാനകമായൊരു അവസ്ഥയാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. പിന്നെ പറയുന്ന അമേരിക്കയിലെ കറുത്തവർഗ്ഗക്കാരെന്താണ് അവരുടെ പ്രൊട്ടസ്റ്റ് പോയട്രിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു മീറ്റർ, ആ ഒരു മീറ്റർ നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റുന്നതാണ്.
അതുപോലെ റെപ്പിറ്റീഷൻ വരുന്നുണ്ട്, ഓരോ സ്റ്റാൻഡിൽ റെപ്പിറ്റീഷൻ വരുന്നുണ്ട്. അത് നമ്മളുടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ നമ്മളുടെ അത്രത്തോളം പവർഫുൾ ടച്ചിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ റെപ്പിറ്റീഷൻ ഓഫ് ദ ഫ്രേസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. So moving on to the first stanza. In the first stanza of the Refugee Blues, speaker begin by painting a picture of a city. This place somewhere in Germany is large. It's filled with people, some of whom live in mansions and some in halls. But despite this range of homes, there is nowhere for us, he says. The speaker and his family are German Jews trying to figure out where they will be safe and as Nazism and widespread of anti-Semitism take over Europe. And then he shifted to America. സോ അദ്ദേഹത്തിന് പുൾസർ പ്രൈസ് കിട്ടിയ അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ ഏജ് ഓഫ് ആങ്സൈറ്റി എന്ന് പറഞ്ഞുള്ളത്. 1956 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. 1958 അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ വിയന്ന എന്ന് പറഞ്ഞ ഒരു വിയന്നക്കടുത്തുള്ളൊരു ഗ്രാമം എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ താമസമൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. 1973 അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാർജിനലൈസ്ഡ് പീപ്പിൾ അവരുടെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് റെഫ്യൂജി ബ്ലൂസ് വാസ് റിട്ടേൺ ഇൻ മാർച്ച് 1939 വെൻ ആൻറ്റി-സെമിറ്റിസം വാസ് അറ്റ് ഇറ്റ്സ് ഹൈറ്റ് ഇൻ ജർമ്മനി. It laments the sad plight of Jews who were threatened to leave the country before the Holocaust. When the Jews sought asylum in other countries, there was indifference and antagonism against them. The migrants are the Jews, the minorities and the persecuted. The Jews were cruelly killed by Hitler and great secular democracies just ignored them. It's written in 12 stanzas of 3 lines with the rhyme scheme A-A-B. The poem is of special importance in the present global context as migrations have become a burning problem. The speaker of the poem is a Jewish refugee who is addressing his lover about the terrible plight of the refugees of the world. The term blues stands for even which is depressing. The meter is one that the American blacks use in their protest poetry. The repetition of the phrase of the last lines of each of the stanza and use of my dear in between makes the poem really very touching, ഇമോഷണൽ ആൻഡ് പവർഫുൾ. റെഫ്യൂജി ബ്ലൂസ് അത് എഴുതിയിട്ടുള്ളത് മാർച്ച് 1939. അപ്പോൾ ജൂതവിരോധം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് എഴുതിയിട്ടുള്ളത് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് പോയിട്രി എക്സ്പ്രസ് എ ഡിസയർ ഫോർ പൊളിറ്റിക്കൽ ആൻഡ് എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ്. Repetition of the phrase there is no place for as expresses his exhaustion and his disappointment. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് റെഫ്യൂജി ബ്ലൂസ്. റെഫ്യൂജി എന്താ? അഭയാർത്ഥികൾ. ബ്ലൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഡിപ്രസിങ് ഈവൻറ്റ് എന്നുള്ളതാണ് ബ്ലൂസ് ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മെലങ്കൊളിക്കായിട്ടുള്ള സോങ്ങിനെ കാണിക്കാൻ വേണ്ടി, സാഡ് സോങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമേരിക്കൻ ഫോക്ക് ട്രഡീഷനിൽ നിന്നാണ് ശരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് സോങ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സാഡ് സോങ് എന്നുള്ളതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാഡ് സോങ് അബൌട്ട് ആൻഡ് ഡിപ്രസിങ് ഈവൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സിറ്റീൻ്റെ പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അദ്ദേഹം ഒരു സിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ എവിടെയാണ്. അതിൽ ഒരുപാട് ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. പലരും മാൻഷൻസ്, അതായത് വലിയ കൊട്ടാരം എന്താ പറയുക സദൃശ്യമായ വീടുകൾ, അല്ലാതെ ചിലരെന്താണ് ഹോൾസിൽ, അതായത് മാളങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്. ചെറിയ വീടുകളിൽ, കുടിലുകളിൽ നിന്നൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. ബട്ട് ഡെസ്പൈറ്റ് ദിസ് റേഞ്ച് ഓഫ് ഹോംസ്, ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വീടുകളുണ്ടെങ്കിലും ഇവർക്ക് താമസിക്കാൻ ഒരു വീടും ഇല്ല. ഓക്കെ, അതായത് നമ്മുടെ സ്പീക്കറും അദ്ദേഹത്തിൻ്റെ ഫാമിലി ജർമ്മൻ ജ്യൂസാണ്. അവർ ഈ ഒരു ആൻറ്റി-സെമിറ്റിസം അല്ലെങ്കിൽ നാസിസം യൂറോപ്പിൽ ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത സമയത്ത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സേഫ് ആവണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവരുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ ദർ ഈസ് നോ പ്ലേസ് ഫോർ ഡസ് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ? ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ എക്സോഷൻ, അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇതിലൂടെ കാണിക്കുന്നത്. So we can move to the second stanza. In the second stanza of Refugee Blues, speaker add that once he and his family as well as his people had a home, it was a place they could call their own. One could look in an atlas and find it there. Repetition of phrase "we can go there now" expresses that they can go back there.
This same technique is used in the following stanzas as well as adding to the already quite musical quality of the poem. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് പണ്ട് ഒരു നാൾ ഇവർക്ക് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും എന്തുണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു, നല്ലൊരു വീടുണ്ടായിരുന്നു, സുരക്ഷിതമായിട്ടൊരു വീടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു വീടിന് അവരുടെ സ്വന്തമാണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് അറ്റ്ലസ്, അതായത് മാപ്പിൽ നോക്കിയാൽ ഇപ്പോഴും അവരുടെ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺട്രി എന്താണ് ഇവർക്ക് കാണാൻ പറ്റുന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം ടെക്നീക്കാണ് എല്ലാ സ്റ്റാൻസിലും ആഡ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി. ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു പവർഫുൾ എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി കേട്ടോ. തേർഡ് സ്റ്റാൻസ. The speaker recalls through a powerful memory the sight of the yew tree that grows in a churchyard. It's something that has very familiar with, but that now has entirely separate from. Its blossom anew each year without fail. But he hand's old passport don't have that same ability. Everything they thought belonged to them, including their citizenship, is lost. So we can move to the explanation, okay? And this alludes again to the inability to go home and the way that they have been effectively exiled from their own life. അത് അതിൻ്റെ ഒരു നവീകരണ പ്രക്രിയ കാണിക്കാൻ വേണ്ടി എല്ലാ വർഷവും അത് പൂക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവരുടെ പാസ്പോർട്ട് എന്താണ് ഇവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു എബിലിറ്റി ഇവർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് അവരുടെ പാസ്പോർട്ട് അവർക്ക് നവീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പള്ളിമുറ്റത്തുള്ള ആ യൂട്രി എന്താണ് ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് അന്യൂ. ഓക്കെ, അത് ഓരോ വർഷവും എന്ത് ചെയ്യുന്നു, നവീകരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, അതായത് നവീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ റെപ്പറ്റീഷൻ വരുന്നത് എന്താണ്, വി കനോട്ട് ഗോ ദർ നൗ, നമുക്കിപ്പോൾ അവിടെ പോകാൻ പറ്റില്ല എന്നുള്ളത് കാണിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മെമ്മറി റീകോൾ ചെയ്യുകയാണ്. ചേർച്ച് യാർഡിൻ്റെ മുറ്റത്തുള്ള ആ ഒരു യൂ ട്രീ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രീ. ഓക്കെ, എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, അത് അതിൻ്റെ ഒരു ഇതിൽ കാണിക്കുന്ന അവരുടെ ഇനാബിലിറ്റിയാണ്, അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു അനബിലിറ്റി അതിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. അവരുടേതാണെന്ന് വിചാരിച്ച പലതും അവരുടെ ആ ഒരു സിറ്റിസൺഷിപ്പ് പോലും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ. പിന്നെ ഫോർത്ത് സ്റ്റാൻസിൽ പറയുന്നത്, നെക്സ്റ്റ് സ്റ്റാൻസ ബ്രിങ്സ് ദ ഐഡിയ ഓഫ് പാസ്പോർട്ട് വൺസ് മോർ. ഇഫ് ദ സ്പീക്കർ ഹാസ് ലോസ്റ്റ് ഹിസ് റൈറ്റ് ടു ലീവ് ഹിസ് ഓൺ ഹോം, ദ കോൺസുൽ ടെൽ ഹിം to his faith that he is officially dead. This is shocking and disturbing conversation, one that relieves the true difficulty of the situation that speaker and his family are in.